ഗൈസ് ഞാൻ ഇന്നുണ്ടല്ലോ നമ്മുടെ ബൈക്കും കൊണ്ടും കാര്യങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനൊരു സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ എന്തോ മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ ട്രോൺ ബൈക്ക്, അതും RGB കളർ, അതായത് ഈ വേൾഡിൽ ട്രോൺ ബൈക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ലക്ഷം പേരിലാകെ 2 പേർക്കും കണ്ട് ട്രോൺ ബൈക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിലും RGB എന്ന് പറയുന്നത് വേൾഡിൽ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലത്തെ ഇതെന്ന് പറഞ്ഞാൽ അതേവരെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നെ, RGB കളർ ട്രോൺ ബൈക്ക്. ഇവിടെ എന്താണോ പരിപാടി? വണ്ടിയിലാണെങ്കിൽ നമുക്ക് കയറിയിരിക്കാനും പറ്റുമോ? കയറി നോക്കിയാലോ? നമുക്കിവിടെ ഇപ്പോൾ ആരെയും കാണാനൊന്നുമില്ല. ഇവിടെ 3 വണ്ടി കണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു പെന്നലി TNT ഇരിക്കുന്നുണ്ട്, ഹയാബൂസ ഇരിക്കുന്നുണ്ട്, ഒരു ഡുക്കാട്ടി ഡിയാവൽ ഇരിക്കുന്നുണ്ട്. അതിനെന്താ പറയുക, ട്രോൺ ബൈക്കിൽ തന്നെ കയറിയിരിക്കാൻ പറ്റുമോ നോക്കാട്ടെ ഗൈസ്. ഞാനിവിടെ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ചേട്ടൻ കാര്യങ്ങളൊക്കെ വന്നു. ഡോടോ, നീ എന്തിട്ടാണ് കാണിക്കണം? ആ ബൈക്ക് മേലെ തൊട്ടാണല്ലോ എൻ്റെ കൈ ഞാൻ കിട്ടും. അയ്യോ ചേട്ടൻ, എന്താ കാര്യം പറ. ഞാൻ ആഗ്രഹത്തോട് കയറുന്നത്. അതോട് അതല്ല, ഇവിടെ ഒരു മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ജയിച്ചാലാണ് ഇതും കാര്യങ്ങളൊക്കെ കിട്ടും, ട്രോൺ ബൈക്കും കാര്യങ്ങളൊക്കെ. മത്സരത്തിൽ ജയിച്ചാൽ ട്രോൺ ബൈക്കാ? നീ വിചാരിക്കണം അത്ര എളുപ്പമുള്ള മത്സരം ഒന്നുമല്ല. ഈ മെഗാ റാമ്പ് ഉണ്ടോ, ഇത് കയറി ഇതിൻ്റെ മുകളിലൊക്കെ ചെല്ലണം. ഇതിൻ്റെ മുകളിലൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു AT ആയിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി ആയിരിക്കും. ആ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് താഴേക്ക് കയറണം. ആരാണോ വണ്ടി എടുത്ത് ഏറ്റവും നന്നായിട്ട് മുകളിലേക്ക് കയറി താഴേക്ക് കയറണേ, ആൾ ഈ റേസിൽ ജയിക്കും. ഈ റേസിൽ ജയിക്കുകയാണെങ്കിൽ ഈ ട്രോൺ ബൈക്കും കാര്യങ്ങളൊക്കെ ആൾക്ക് സമ്മാനം. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേരും കാര്യങ്ങളൊക്കെ ഫൈനലിൽ എത്തുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഫൈനൽ നടക്കും. അതായത് അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഞങ്ങൾ പറയണ വണ്ടി വെച്ച് ഇറങ്ങണം. ഇതിൽ നിന്ന് മറ്റൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളിലൊക്കെ വെച്ച് ഇറങ്ങാം. അതിൽ ഞങ്ങൾ പറയണ വണ്ടികളിലൊക്കെ വെച്ച് ഇറങ്ങണം. അതിലോരോണം ചോദിക്കണം, ആൾക്ക് ട്രോൺ ബൈക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എനിക്കും ചേരണം. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ്? ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. 1000 രൂപ. അപ്പം ഞാൻ ഇപ്പം തന്നെ തരാം. ഇത് രജിസ്ട്രേഷൻ ഫീസിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പൂരിപ്പിച്ചിട്ട് തന്നാൽ മതി. ശരി, ഇപ്പം തന്നെ പൂരിപ്പിച്ചോളെ. അതിനെന്താ പൂരിപ്പിക്കാമല്ലോ. ഈ റേസ് എപ്പോഴാണ്? ഈ റേസ് ഇന്ന് വൈകുന്നേരം 5 മണിക്കോ? 5 മണി അതിനിപ്പോൾ 3 മണിയായല്ലോ. നീ വന്ന് പോയി സെലക്ഷൻ റൗണ്ട് ഇപ്പോൾ കഴിയാറ്. ഞാൻ തന്നെ എടുത്തിട്ടോ. ശരി, ഇപ്പം ഞാൻ ഫില്ലാക്കി തരാം കേട്ടോ ഗൈസ്. ചേട്ടാ, ഫില്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നീ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്പ്ലെൻഡറാണ് നീ ഇതാക്കാൻ വേണ്ടി വന്നേക്കണം. അല്ല ചേട്ടാ, എൻ്റെ വീട്ടിൽ വേറെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വരാം. എൻ്റെ കയ്യിൽ നല്ല കിടുക്കൻ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെടുത്തിട്ട് വരാം. അയ്യോ മോനെ, അത് വീട്ടിലെയോ? അതെന്താ ചേട്ടേ? അതെന്താ? അത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്തിട്ടെന്നറിയോ, ഈ വണ്ടി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏത് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇതെന്ന് പറഞ്ഞാൽ ആ വണ്ടികളിലൊക്കെ വെച്ച് വേണം കളിക്കാൻ. അയ്യോ, എന്നിട്ട് തനിക്കത് ഫസ്റ്റ് തന്നെ പറഞ്ഞുകൂടായിരുന്നോടോ? അത് സോറി ചേട്ടാ, ഞങ്ങളൊരു മിസ്റ്റേക്ക്. ഇനിയിപ്പോൾ ഈ സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കാം. എടാ, അപ്പുറത്തെടുക്കുന്ന വണ്ടികളുണ്ടോ? നീ അവന്മാരെ വണ്ടിയുടെ മുന്നിൽ നീ മുട്ടുമോ? പറഞ്ഞതിന് കാര്യം എന്നാലും കുഴപ്പമില്ല. സ്പ്ലെൻഡറിനെ തന്നെ തള്ളിക്കളയണ്ട, നല്ല മൈലേജും കാര്യങ്ങളൊക്കെയുള്ള വണ്ടിയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വണ്ടികളൊക്കെ ഇവിടെയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഒന്നുവെച്ചാൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തോ. ഞാനൊരു ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരട്ടെ. ശരി ചേട്ടാ. ചേട്ടൻ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് വന്നു. ശരി. ഓക്കെ. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോൾ എന്നെ കുറേ പേര് അടിക്കണം. അയ്യോ, എന്നെ അടിക്കല്ലേ. അവിടെ നിന്റെ പാട്ട സ്പ്ലെൻഡർ ഞങ്ങളുടെ അവിടെ നിന്ന് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ അടിച്ചിതാക്കും. അയ്യോ, എന്തിനാ ബൈക്കിൻ്റെ പാട്ട സ്പ്ലെൻഡറിന് കാര്യങ്ങളൊക്കെ വിളിക്കണം? നിങ്ങൾക്ക് അറിയാണ്ട എൻ്റെ വണ്ടിക്ക് വേറെയും കുറേ വണ്ടിയുണ്ട്. അയ്യോ, പിന്നെ തള്ളിയതൊക്കെ മതി. കണ്ട എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ വണ്ടിയുണ്ടോ? ഏത്? കണ്ട ഹയാബൂസയും കാര്യങ്ങളൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ വണ്ടി. എടാ, നിൻ്റെ വണ്ടിയും കാര്യങ്ങളും മര്യാദക്ക് എടുത്ത് മാറ്റിക്കോടാ. ഗൈസ്, നമ്മളോട് വണ്ടി കളിക്കെടുത്ത് മാറ്റാനാണ് പറയണേ. മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ഞങ്ങളടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും. ഞങ്ങളടിക്കും, ഞാനും അടിക്കും. സീനാണ് കേട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിക്കൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യൽ പവർ എൻ്റെ വണ്ടിക്കുണ്ട്. എന്തത്? എൻ്റെ വണ്ടിക്കുണ്ടല്ലോ നിങ്ങളുടെ വണ്ടീനേക്കാളും 10 മൈലേജ് കൂടുതലാണ്. പിന്നെ ഒരു മൈലേജ് നോക്കിയിട്ടാണല്ലോ വണ്ടി എടുക്കണം. ഇതിൻ്റെ എൻജിൻ സീരീസ് എത്രയാണെന്ന് അറിയോ? നിൻ്റെ ആ ഒരു പാട്ട സ്പ്ലെൻഡറും കൊണ്ട് വന്നേക്കണം. ഞാൻ എടുത്തിട്ട് അടിക്കൂട്ടാ. പിന്നെ നീ എൻ്റെ കൈ വെക്കുമല്ലോ, ഒന്ന് പോയടാ.
അപ്പോൾ ആരെ റേസും തോക്കുന്നത് കാണാം. അവർ പറഞ്ഞതിന് കാര്യമൊക്കെ ആ പിന്നെ നീ മര്യാദയ്ക്ക് എപ്പോഴത്തെ മാറ്റിക്കും വണ്ടി, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നിന്നെടുത്ത് അടിക്കും. നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാടാ ഗൈസ്. അത് ശരി ഞാൻ മാറ്റാം. ഇതേ 4:30 ഗൈസ്. നമുക്ക് 5 മണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ റേസ്. നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, ഇതിൻ്റെ അത് വേറൊരു കാര്യം കൂടി നടന്നു കേട്ടോ. ആ 2 പെണ്ണുങ്ങളൊന്നും ഒരു വാചകം അടിച്ചില്ല. ആക്ച്വലി 2 വണ്ടി അവർ ചെല്ലത് വേറെ അവരുടെ ബോയ് ഫ്രണ്ടിനെ ഉണ്ടോ, പിന്നെ ബോയ് ഫ്രണ്ട്. ഓക്കെ, നമുക്ക് കാണിച്ചു കൊടുക്കണം ഗൈസ്. നമുക്ക് ട്രോൺ ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കണം. റേസ് സ്റ്റാർട്ടാവാറ് ഇപ്പോൾ സ്റ്റാർട്ടാവും ഗൈസ്. നമുക്ക് അപ്പോഴേക്കും വെയിറ്റ് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ റേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിക്കാണ്. ഫസ്റ്റ് നമ്മുടെ ആ ഒരു പെണ്ണിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റാണ് ഇവൻ ഗൈസ്. നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ ബെൻലി TNT കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഗൈസ്. ഇവൻ ഭയങ്കര കൺട്രോളിങ് ഒക്കെ കേട്ടോ. എൻ്റെ പൊന്നിവന് എന്തൊരു പോക്കും കാര്യങ്ങളൊക്കെ പോണേ. ഓക്കെ, ഇത് മുകളിലെത്തിയിട്ട് ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവൻ ഭയങ്കര പോക്കാണ്ടാ ഗൈസ് പോണേ. നോക്കി അവൻ പോണ പോക്ക് എൻ്റെ പൊന്നേ. ഓക്കെ, ഭയങ്കര പ്രൊഫഷണൽ സ്റ്റണ്ടറും കാര്യങ്ങളൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ അവൻ പോണേ. ഇവനാണെങ്കിൽ ഒരു പേടിയില്ല. അവൻ ഹെൽമെറ്റ് പോലും വെക്കാണ്ടേ പോണേ. മുന്നേ വന്ന കണ്ടസ്റ്റൻസിൻ്റെ തോന്നുന്നു ഡോർ പീസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മുന്നേ കാർ റേസ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അവനവിടെ എത്തി. ഓക്കെ, അവൻ്റെ അപ്പോൾ ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറക്കവും കാര്യങ്ങളൊക്കെ. അവനിപ്പോൾ ഇവിടെ ഇറങ്ങും. നമുക്കിനി അടുത്ത ആളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ആളുടെയും കാര്യങ്ങൾ നൈസായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹായബൂസക്കാരൻ്റെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അവനും പറപ്പിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അവൻ അത്രയും വെയിറ്റുള്ള വണ്ടിയിലും കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അവനൊക്കെ സമ്മതിക്കണം. 200 ഇത്ര നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ വണ്ടിക്കും കാര്യങ്ങളൊക്കെ. എന്നാലും അവൻ്റെ കൺട്രോളിങ് നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഓക്കെ, അവനായി കൂളായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നേ പോണ പോക്കുണ്ടോ. ഓക്കെ, ഡുക്കാട്ടിക്കാരൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ തോന്നണേ. വയസ്സ് അവൻ പോകുന്നുണ്ട്. നമുക്കങ്ങനെ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. കൺട്രോൾ കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക്. ഇവന്മാർ പോണ ഈ ചോപ്പ് ലൈനിൽ ഇതിൽ കൂടെ തന്നെ നമുക്ക് പോവാം. വയസ്സ് ഇവന്മാരൊന്നും ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം വെക്കണില്ല കേട്ടോ. ഭയങ്കര പ്രൊഫഷണൽ റേസേഴ്സൊക്കെ ഉണ്ടോ. അപ്പോൾ ഡ്രിഫ്റ്റ് ഫ്രണ്ട് വീലൊക്കെ പിടിച്ചിട്ടുണ്ടാവും അവൻ്റെ ഇത്. അത് അത്രയും വെയിറ്റുള്ള വണ്ടിയിലും കാര്യങ്ങളൊക്കെ. അവൻ്റെ റേസും കഴിഞ്ഞു. ഇനി അടുത്ത ആളാരാ? അടുത്ത ആളെന്ന് പറയുന്നത് ഡ്യുക്കാട്ടിക്കാരനാണ് കേട്ടോ. നമുക്ക് എന്തായാലും ആളുടെ റേസും കാര്യങ്ങളൊക്കെ. ഇവിടെ എല്ലാം ഇവിടെ ഇരുന്ന് മറ്റാളവിടെ പോയി. ആളെവിടെ പോയാൽ നമുക്ക് ഇവന് ഇവിടെ വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്യുക്കാട്ടിക്കാരൻ്റെ റേസാണ് കേട്ടോ അടുത്തത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഡ്യുക്കാട്ടിക്കാരനാണ്. ആള് ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നേക്കണേ. എന്തിനാണാവോ എന്തോ. ഓക്കെ, ഇയാൾ ഇത് ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉമ്മാർക്കൊന്ന് ഹെൽമെറ്റ് വെച്ചൂടെ? റൂൾസിന് ബാധിക്കുന്നില്ലേ? അയ്യോ ഗൈസ്, അവനും കാര്യങ്ങളൊക്കെ ഔട്ടായി കണ്ട. അവൻ നേരെ കുഴിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ. ഇനിയാണ് ഇനി ഇവൻ തിരിച്ചെവിടെയായിരുന്നു ഇവൻ കളി തുടങ്ങി അവിടെ തന്നെ ഇവൻ നിർത്തണം. ഇവൻ പോകാച്ച് അങ്ങനെ. അയ്യോ എൻ്റെ ബേബി പോയില്ലോ. ഞാൻ അങ്ങനെ മോങ്ങിക്കൊണ്ടിരുന്നോ ഗൈസ്. ഓക്കെ, ഇവൻ എന്നിട്ട് ഓടിക്കുന്നത് നിർത്തിയിട്ടില്ല കേട്ടാ. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തത് നമ്മുടെ റേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് മത്സരിക്കാം ഗൈസ്. അപ്പോൾ അടുത്തത് ഞാനാണ് കേട്ടോ. ഞാൻ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ശീലമില്ലാന്ന് കരുതി എനിക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ശീലം വേണം. കാരണം നമ്മൾ റൂൾസ് നമുക്ക് ബ്രസീലിലെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യേ, ഇവരെത്ര പേടിത്തോണ്ടാണോ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരാൻ? എന്നിട്ടാണോ അവരെ ജാടയും കാര്യങ്ങളൊക്കെ അടിച്ചേ? സ്പ്ലെൻഡർ വെച്ച് കയറിയിട്ട് സ്പ്ലെൻഡർ അത്യാവശ്യം നല്ല കയറണൊക്കെ ഉണ്ട് കേട്ടോ. വിചാരിച്ച ആളൊന്നുമല്ല. ഈ കുഴിയാണ് ഇവിടുത്തെ പ്രശ്നം. നേരത്തെ ഡ്യുക്കാട്ടിക്കാരനും കാര്യങ്ങളൊക്കെ ഈ കുഴിയിലാണ് കേട്ടോ ഔട്ടായി. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ പോകണം. 2 പേര് മുകളിലുണ്ട് കേട്ടോ. അവന്മാർ 2 പേര് ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. അപ്പോഴേക്കും നമുക്ക് വേഗം തന്നെ അവിടേക്ക് എത്തണം. എങ്ങനെയെങ്കിലും വേഗം പോട്ടെ. പിപി നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ തന്നെ പോകണം. ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് റാമ്പ് ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം വന്നതെന്ന് തോന്നുന്നു കേട്ടോ.
അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകൾ കാണാനില്ലേ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകൾ. ഓക്കെ എത്താറായിട്ടുണ്ട്. അയ്യോ അവന്മാരെ വണ്ടിയിൽ നിന്ന് ഇടിച്ചാനെ പോനെ. അവൻ ആ സ്പ്ലെൻഡർ വെച്ച് റേസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇയാളൊരു പുലിയാട്ടോ. എന്ത് പറയാനാ. കേസ് അപ്പോൾ അങ്ങനെ നമ്മളും എത്തിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് ഇറക്കാം കേട്ടോ. കേസ് ഇപ്രാവശ്യം നമ്മൾ ഡുക്കാട്ടിക്കാരൻ്റെ ബെനലി TNTയുടെ ആളുടെ കേട്ടോ. ബെനലി TNT കമ്പികൾ ഇവിടെ ചോടിച്ചിട്ടുണ്ട്. ഇയാൾ അത് പുലിയാണ് കേട്ടോ. ഓക്കെ പൊന്നെ എന്താ കൺട്രോൾ ഇട്ടുന്നില്ല. അയ്യോ പക്ഷേ ഇയാൾ തെറിച്ചു പോയിട്ട് ബൈക്കും വന്ന്. സോ ഇയാളിങ്ങനെ ഔട്ടായിക്കാണ്. അത് നമുക്ക് ലാഭമായി. ഓക്കെ അടുത്തത് നമ്മുടെ ഹായബൂസക്കാരനാണ്. അവൻ ഇനി വരട്ടെ. വയസ്സപ്പെടുത്ത നമ്മുടെ ഹായബൂസക്കാരനും കാര്യങ്ങളൊക്കെയാണ്. ആളും പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആളെന്താ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ആൾ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങണോണ്ടാണെന്ന് തോന്നുന്നു ആ റാമ്പ് ചാടിച്ചില്ല. ഓക്കെ ഇയാൾ ഭയങ്കര ഇറക്കമാണ് കേട്ടോ. ഇയാളിനി ഫൈനലിലേക്ക് ആവുമെന്നാണ് എൻ്റെ ഒരു പേടി. ഓക്കെ ഇയാളെന്തെങ്കിലും വളച്ചോണ്ട് റാമ്പ് ചാടിക്കാൻ പോവാണ് കേട്ടോ. കൊച്ചി കള്ളൻ. പക്ഷെ ആൾ റാമ്പ് ചാടിച്ചത് ആളും പോയി. അങ്ങനെ ആളും ഔട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ ഇതാണ് നമുക്ക് പതുക്കെ ഇറക്കിയാൽ മതി കേട്ടോ ഗൈസ്. പിന്നെ നമുക്കും കാര്യങ്ങളൊക്കെ ഇറക്കാം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം അടുത്ത് നമ്മുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് മാസും കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാണ്. വേറൊരു റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ കാണാൻ റാമ്പില്ലേ അത് ആക്ച്വലി ഈ റാമ്പ് ചാടിയില്ലെങ്കിലും താഴത്തെ റാമ്പ് ചാടണം എന്നുണ്ട് കേട്ടോ. അത് ചാടിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റൂൾസിലുണ്ട് ചാടണം എന്ന്. അപ്പോൾ പിന്നെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ വേണമെന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം നിർബന്ധമായിരുന്നു. പിന്നെ അത് വേണമെന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഈ രണ്ടുപേരും നല്ല ഗുരുതര പരിക്ക് എന്നാണ് കേട്ടത്. നമ്മൾ ചാടാനുള്ളേ ഗൈസ്. വേണമെങ്കിൽ ചാടിയാൽ മതി എന്ന് പറഞ്ഞേക്കണേ. ഇപ്പോൾ ഫൈൻ കിട്ടിയാലൊരു 17 രൂപ കിട്ടാൻ പോകുന്നുള്ളൂ. ഗൈസ് ആ ട്രോൺ ബൈക്ക് അവിടെ നിർത്തി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവന്മാർ വേറെ എവിടേക്കോ വെച്ചു. ഗൈസ് ഫൈനൽ നമ്മളാണ് റേസ് ജയിച്ചേക്കണേ. പെട്രോൾ കഴിഞ്ഞ വണ്ടിയാടാ അല്ലെങ്കിൽ ഉണ്ടല്ലോ. അത് ശരി ഇപ്പം അങ്ങനെ പറഞ്ഞാണല്ലോ. ഗൈസ് അവൻ്റെ പെട്രോൾ കഴിഞ്ഞു കേട്ടോ. അതാണ് ഈ മൈലേജ് ഉള്ള വണ്ടിയുടെ പ്രത്യേകത. ഓക്കെ നമുക്കങ്ങനെ ട്രോൺ ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ പോവാണ് കേട്ടോ. എൻ്റെ ആളവിടെ പോയി. ഡേയ് എൻ്റെ ആളവിടെ പോയി. അതേ അവിടെ നിന്ന് വരുന്നു. ആളെങ്ങോട്ട് പോയേ? ഇതേ അടക്കണോ ആ ഹയാബൂസയും കാര്യങ്ങളൊക്കെ. ഡേയ് നീയുള്ള റേസ് ചോദിച്ചു. ഞാൻ ഹെലിക്കാമിക്കൂടെ കണ്ടു. ഞാനാ റേസ് ചോദിച്ചാൽ എവിടെ ട്രോൺ ബൈക്ക്? അത് ഞാനിപ്പോൾ തരാത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടുത്തെ മേയറും കാര്യങ്ങളൊക്കെ വന്നിട്ട് എടുക്കാം തരാൻ വേണ്ടി പോണേ. എനിക്ക് മേയറിൻ്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ടാ വണ്ടി. അത് പറഞ്ഞില്ല മേയർ വന്നിട്ട് എന്തായാലും ശരി മേയറെങ്കിൽ മേയർ വേഗം വന്നിട്ട് എനിക്ക് തരാൻ പറയണം. എന്നാൽ കുറച്ച് ജാടയും കാര്യങ്ങളൊക്കെ ഇട്ടിക്കാം. നമ്മുടെ മേയർ ഇപ്പോൾ വരുന്നതാണ് കേട്ടോ പറഞ്ഞേക്കണം. അപ്പോൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിക്കാം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ മേയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേയർ കൊണ്ട് വണ്ടി നോക്കി റോൾസ് റോയ്സ്. ഗൈസ് നിങ്ങൾ പറയുക അടുത്ത വീട്ടിൽ ഈ വണ്ടി അടിച്ച് മാറ്റണോ വേണ്ടതെന്ന്. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയണ പോലെ. ഓടോ മോനെ ഇപ്പം നീയാല ജയിച്ചേ. എന്നാൽ നിനക്കുള്ള സമ്മാനം ട്രോൺ ബൈക്ക്. താങ്ക് യു സാറേ. നീ എടുത്തിട്ട് പോയിക്കൊന്ന അതിൻ്റെ താക്കോല്. ശരി സാറേ. ഓക്കെ സാർ. അപ്പോൾ എനിക്ക് നമ്മുടെ ട്രോൺ ബൈക്കിൻ്റെ RGB വേൾഡിലാകെ ഒരൊറ്റ പീസുള്ള വണ്ടി കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയേക്കാണ്. ഇത് ഇനി മുതൽ എൻ്റെ വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഇത് എവിടെ കൊണ്ടിടിച്ചാലും നമ്മൾ ചത്താലും ഈ വണ്ടിക്ക് മാത്രം ഒന്നും പറ്റില്ല. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഏതാ വണ്ടിയിൽ നിന്ന് ഒരു ഇടിച്ചു കണ്ട വണ്ടി പറന്നു ഗൈസ്. അജാതി ഇതും കാര്യങ്ങളൊക്കെയാണ്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെയും കാര്യങ്ങളൊക്കെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആ മേയറിൻ്റെ വണ്ടി നിങ്ങൾക്ക് അടിച്ചു മാറ്റണമെന്ന്. സോ ഇതിന് നിനക്ക് എടുക്കാൻ പോലത്തെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ബൈ ഗൈസ്. പിന്നെ നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ആ ഒരു അപ്ഡേറ്റിൻ്റെ വീഡിയോ നമുക്ക് 161 വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നിങ്ങൾ ആ സബ്സ്ക്രൈബറിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. പിന്നെ ബെല്ലൈക്കണം ആ ലൈക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അടിച്ചിടുക. സോ ഗൈസ് ഇതിനും നല്ല കിടക്കാൻ പോലത്തെ വീഡിയോസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതായിരിക്കും. ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ പോയി. വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ഹൗസിലേക്ക് മാറ്റണം. ഞാൻ കാര്യങ്ങളൊക്കെ മറന്നു. സോ ഗൈസ് ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ബൈ ഗൈസ്.